ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശം വളരെയധികം സന്തോഷമാവാണ് കാർത്തികയുടെ ആയിട്ടുള്ള ജോലിക്ക് കയറിയത് കൊണ്ട്. അങ്ങനെ പ്രകാശിനോട് പറയുന്നുണ്ട്, കാർത്തിക ഒരു ദിവസം അമ്മയായിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക ഉദ്ദേശിക്കണ വേറൊന്നല്ല, പ്രകാശിന് മുമ്പിൽ നല്ല കൊച്ചായിട്ടൊക്കെ അഭിനയിക്കുക. പക്ഷേ ആ അമ്മയുണ്ടല്ലോ, അതായത് അമ്മൂമ്മ മൂങ്ങമ്മയുടെ മുമ്പിലേ തന്റെ ദേഷ്യവും തന്റെ രൗദ്രഭാവവും എല്ലാം പുറത്തെടുക്കുക. അതാട്ടോ കാർത്തികയുടെ ഉദ്ദേശം. അങ്ങനെ നമ്മുടെ പ്രകാശനും അമ്മുമ്മയും കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാർത്തികനെ കാണാൻ വേണ്ടി വരുവാണ്. കാർത്തിക ആ സമയത്ത് പ്രകാശം പോയി കാലിലൊക്കെ വീണ് തൊട്ടൊക്കെ തൊഴുത് കാണിക്കണൊക്കെ ഹാവു നല്ല പെൺകൊച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം റൂമിൽ പോയിട്ട് നമ്മുടെ കാർത്തികക്ക് വേണ്ടി ഒരു ചായ ഉണ്ടായി കൊണ്ടുവരാട്ടോ അമ്മുമ്മ. ആ സമയത്താണ് കാർത്തിക തന്റെ തനി സ്വഭാവം പുറത്തെടുക്കണത്. അമ്മുമ്മനെ വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ തന്നെ നോക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും പറയില്ല. പിന്നീടാണ് കാർത്തിക എല്ലാത്തിനും കാരണം ഈ അമ്മുമ്മയാണല്ലോ. അതായത് പ്രകാശിന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ആ നാട് അങ്ങനെയാണ്, പെമ്പിള്ളേർ ജനിച്ച എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശിന്റെ മനസ്സ് മാറ്റുന്നത്. പ്രകാശിന്റെ മകനെ ഇത്രയും വഷളാക്കിയത് ഈ അമ്മുമ്മയാണ്. പ്രകാശിനാണ് വിക്രത്തിനെ വഷളാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും തുടക്കം കുറിച്ച് അമ്മുമ്മ ആയതുകൊണ്ട് തന്നെ കാർത്തിക ദേഷ്യം ഫുള്ളും തീർക്കണം അമ്മുമ്മ എടുത്താണ്. മിക്കവാറും ആ ചായ തലവഴി ഒഴിക്കാനാ ചാൻസ്. എന്തായാലും ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി ആദ്യത്തെ പണി കൊടുക്കുന്നത് നമ്മുടെ മൂങ്ങമുത്തശ്ശി അമ്മുമ്മക്ക് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം കാർത്തികനെ പറ്റി മൂങ്ങ എന്ത് കുറ്റം പറഞ്ഞാലും പ്രകാശൻ അത് വിശ്വസിക്കില്ല. കാരണം പ്രകാശൻ കാർത്തികയുടെ പുകഴ്ത്തിലുള്ള വാക്കുകളിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളിൽ വരാൻ പോണത്. പിന്നെ കാർത്തിക തന്നെ ആയിരിക്കും നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കണത്. അത് ലക്ഷ്മി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിന്നോട് ഞാൻ അടുത്തത് പറഞ്ഞിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞത് വിക്രത്തിനെ പുറത്തിറക്കി നമ്മുടെ അടിമേനെ പോലെ ആക്കാൻ. നമ്മൾ പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാക്കണം. അതായത് വിക്രത്തിനെ കൊണ്ട് തന്നെ പ്രകാശിനെ കൊല്ലിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും അമ്മയും മോളും കൂടി ഒപ്പിക്കാൻ പോണത്. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.